ഇത് അട്ടപ്പാടിയിലെ കുറുമ്പ ആദിവാസി ഊരായ താഴെ ബൂതയാർ. വേനൽക്കാലങ്ങളിൽ ഉരുളൻകല്ലുകൾ മാത്രമുള്ള ഇവിടുത്തെ കാട്ടരുവി മഴക്കാലത്ത് കുത്തിയൊലിച്ചൊഴുകും. മൺറോഡുകൾ ചെളിക്കുളമാവുന്നതോടെ വേനലിൽ പൊടിപാറച്ചോടിയിരുന്ന വാഹനങ്ങൾ ഊരിലേക്ക് എത്താതാവും. പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥ. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് രോഗങ്ങൾ വന്നാൽ രോഗികളെ 4 കിലോമീറ്ററോളം ചുമന്നുവേണം ആശുപത്രിയിലെത്തിക്കാൻ. ആശുപത്രി കൂടുതൽ സീരിയസ് ഒക്കെ ആയ ആശുപത്രി പോകും. ഒരു 4-5 പേരൊക്കെ കൂടിയിട്ട് കെട്ടി ചുമന്നുകൊണ്ട് കൊണ്ടുപോകും. ഈ പുഴ കിടക്കത്തിൽ ഈ ഓരോ കൂടെ ഈ തോടിൻ്റെ ഓരത്ത് തന്നെ പൊക്കോളും. 20-ലേറെ കുടുംബങ്ങളാണ് താഴെ ബൂതയാറിലുള്ളത്. മഴക്കാലമായാൽ പനി, വയറിളക്കം, ഛർദി തുടങ്ങിയ രോഗങ്ങളാണ് ഭീഷണി. ഒറ്റപ്പെട്ട് കിടക്കുന്നതിനാൽ ആരോഗ്യവകുപ്പ് ജീവനക്കാർക്കും ഇവിടെ എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ രോഗം വന്നാൽ പരമാവധി ഊരിൽ തന്നെ കിടക്കും. തീരെ അവശനാണെങ്കിൽ മാത്രമേ ആശുപത്രികളിൽ പോകൂ. ചോദ്യം വന്നതിനെ നമ്മൾ കൊണ്ടുപോകും വീട്ടിലേക്ക്, ആശുപത്രിയിൽ കൊണ്ടുപോകും തൂക്കിയിട്ട്. അല്ല വണ്ടി വരാൻ ഇല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യാൻ, ഒന്നും പറ്റില്ല, അങ്ങനെ ആയി കൊണ്ടുപോകും. താഴെ ബൂതയാറിന് പുറമെ ഇടവാണി, ഗലസി, തുടുക്കി തുടങ്ങിയ ഊരുകളിലും ഇതാണ് അവസ്ഥ. വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ കോടികൾ ചെലവഴിച്ചിട്ടും ഓരോ മഴക്കാലത്തും ചികിത്സ നേടാൻ പോലും കഴിയാതെ ദുരിത ജീവിതം നയിക്കുകയാണ് ഇവർ. മഴക്കാലമായാൽ അട്ടപ്പാടിയിലെ 6 ആദിവാസി ഊരുകളാണ് പൂർണ്ണമായും ഒറ്റപ്പെടുക. ഇക്കാലയളവിൽ പ്രാഥമിക ചികിത്സ പോലും ഇവിടെ കിട്ടാറില്ല. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവാണ് ഇതിന് കാരണം. അതുകൊണ്ട് തന്നെ ഇവിടെ മഴയല്ല രോഗം. ക്യാമറമാൻ പ്രജിത് കൊങ്ങാടിനൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്.